ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് എന്താണ് ടാക്സ്, ആരൊക്കെയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്, നമ്മുടെ പഴയ ജി എസ് ടിയുടെ ടാക്സ് സിസ്റ്റം എന്തായിരുന്നു, എങ്ങനെയാണ് ഇന്ത്യയിലേക്കുള്ള ജി എസ് ടിയുടെ കടന്നുവരവ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്തായിരുന്നു ജി എസ് ടിക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ബിസിനസ്സിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ ജി എസ് ടിക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള ടാക്സ് അതോറിറ്റീസും പല രീതിയിലുള്ള ടാക്സുകളും ഉണ്ടായിരുന്നുവെന്ന്. അത് നോർമലി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് രീതിയിലുള്ള അതോറിറ്റീസ് ആയിരുന്നു. യൂണിയൻ ലിസ്റ്റഡ് അതോറിറ്റീസും അഥവാ സെൻട്രൽ ഗവൺമെൻറ് അധികാരപരിധിയിൽ വരുന്ന ടാക്സ് സിസ്റ്റവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്ന ടാക്സ് സിസ്റ്റവും. അതുപോലെ തന്നെ ഇങ്ങനെ പല രീതിയിലുള്ള ടാക്സ് അതോറിറ്റീസും ടാക്സസും ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് എന്താണ് പല രീതിയിലും ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. ടാക്സ് കളക്ട് ചെയ്യുന്ന കാര്യത്തിലും ടാക്സ് പേ ചെയ്യുന്ന കാര്യത്തിലും. ഇതിൻ്റെ രണ്ട് ബാരിയേഴ്സും പറഞ്ഞു തന്നായിരുന്നു. ഒന്ന് ടാക്സ് കാസ്കേഡിംഗ് എന്നെന്നും ടാക്സ് പിരമിഡിംഗ് എന്തെന്നും. അത് നമുക്ക് രണ്ടും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഏതൊക്കെ ടാക്സുകൾ കൂടിച്ചേർന്നാണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഉണ്ടായത്. രണ്ട് രീതിയിലുള്ള അതോറിറ്റീസ് ആയിരുന്നു ഇതിനു മുമ്പ് ടാക്സ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് അഥവാ യൂണിയൻ ലിസ്റ്റഡ് അതോറിറ്റീസ്. യൂണിയൻ ലിസ്റ്റഡ് അതോറിറ്റീസ് മൂന്ന് രീതിയിലുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നായിരുന്നു ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് മാനുഫാക്ചറിംഗ് ബിസിനസ്സുകാർ, രണ്ട് സർവീസ് ബിസിനസ്സുകാർ, മൂന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് രീതിയിലുള്ള ബിസിനസ് നടത്തുന്നവർ. മാനുഫാക്ചറിംഗ് ബിസിനസ്സുകാർ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വന്ന ടാക്സ് ആയിരുന്നു എക്സസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് അവർ നാല് രീതിയിലാണ് ഗവൺമെൻറ്റിലേക്ക് അടച്ചുകൊണ്ടിരുന്നത്. ഒന്ന് സെൻട്രൽ എക്സസ് ഡ്യൂട്ടി എന്ന് പറയുന്ന പേരിൽ, പിന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മെഡിസിനൽ ഓർ ടോയ്ലറ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ളതാണെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഫോർ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ടാക്സ് രീതിയിൽ, പിന്നെ തുണിയും തുണിത്തരങ്ങളും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാനുഫാക്ചർ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടച്ചുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ലൈക്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് എന്ന പേര് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉദാഹരണം ആയുധങ്ങൾ, അല്ല എങ്കിൽ ഏത് തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള മെഡിസിൻസ്, അങ്ങനെ ഗവൺമെൻറ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകാർ പേ ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടാക്സ് എന്ന് പറയുന്ന പേരിലായിരുന്നു അവർ ഗവൺമെൻറ്റിലേക്ക് എക്സസ് ഡ്യൂട്ടി അടച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തൊരു ബിസിനസ്സുകാരാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ. അവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് രണ്ട് രീതിയിലായിരുന്നു. അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, അത് രണ്ട് രീതിയിലാണ്. ഒന്ന് കൗണ്ടർ വേരിയൻറ്റ് ഡ്യൂട്ടി ഓർ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് എന്ന് പറയുന്ന പേരിലും. ഈ രണ്ട് രീതിയിലായിരുന്നു നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകാർ ഗവൺമെൻറ്റിലേക്ക് കസ്റ്റം ഡ്യൂട്ടി അടച്ചുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു ബിസിനസ്സുകാരാണ് സർവീസ് ബിസിനസ്സുകാർ. അവരുടെ കയ്യിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആയിരുന്നു സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നുമാണ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ 7 രീതിയിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് എന്ന് പറയുന്ന ഒരു ഇൻകത്തിൽ നിന്നും വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനി ഇതിന് പുറമെ ഓരോ ബിസിനസ്സുകാരും പേ ചെയ്യുന്ന ടാക്സിന് പുറമെ ചെറിയ രീതിയിൽ സെസ്സും സർചാർജും സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെസ് ആൻഡ് സർചാർജ് റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഈ ടാക്സുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ഇനി നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് സെക്കൻഡ് അതോറിറ്റി, പഴയ ടാക്സ് സിസ്റ്റത്തിലെ സെക്കൻഡ് അതോറിറ്റിയായ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് ഏതൊക്കെയെന്ന് നോക്കാം. അവർ പഴയ ടാക്സ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസും ട്രേഡർ എന്ന് പറയുന്ന ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആരാന്നറിയാം ട്രേഡർ എന്ന് പറയുന്നത്? മാനുഫാക്ചർ ആരാണ്? റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി അത് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നവരെയാണ് മാനുഫാക്ചർ ബിസിനസ്സുകാർ എന്ന് പറയുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഗുഡ്സ് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്ന ഇടനിലക്കാരെയാണ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡർ അവർ മാനുഫാക്ചർ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയിട്ട് സ്വന്തം സ്റ്റേറ്റിലെ കസ്റ്റമർക്ക് തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ അവർ പേ ചെയ്തുകൊണ്ടിരുന്ന
ടാക്സ് ആയിരുന്നു, അല്ല എങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു വാറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് വാറ്റിന് തൊട്ട് മുമ്പുള്ള ടാക്സ് ആണ് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് സെയിം രീതിയിൽ തന്നെ. ഇനി ട്രേഡർ വാങ്ങി വെച്ചിരിക്കുന്ന ഈ ഗുഡ്സ്, മാനുഫാക്ചറർ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ കസ്റ്റമർക്കാണ് വിൽക്കുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു CST എന്ന് പറയുന്നത്, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഇതിനും അധികാരം ആർക്ക് തന്നെയായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ് തന്നെയായിരുന്നു. പക്ഷെ അത് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റ് വാറ്റ്, അതാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ഏറ്റവും ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ സെയിൽസ് ടാക്സ് അതെന്താണെന്നും പറഞ്ഞു. ഇനി മറ്റൊരു ടാക്സ് ആണ് പർച്ചേസ് ടാക്സ് ഓർ ലക്ഷറി ടാക്സ്. നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷറി ഐറ്റംസോ അല്ല എങ്കിൽ ഏതെങ്കിലും ഫിക്സഡ് അസറ്റോ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ, ബിൽഡിംഗ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ, ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ആ പ്രോഡക്റ്റിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്ന രണ്ട് രീതിയിലുള്ള ടാക്സുകളാണ് പർച്ചേസ് ടാക്സ് എന്ന് പറയുന്നതും ലക്ഷറി ടാക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യമാണ് എൻട്രി ടാക്സ് ഓർ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് എൻട്രി ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബിസിനസ്സുകാരൻ നമ്മുടെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമെന്ന് കരുതുക. അപ്പോൾ ആ ഗുഡ്സ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതിർത്തി കടന്നു പോകണമെങ്കിൽ ആ ഗുഡ്സിൻ്റെ മൂല്യത്തിൻ്റെ ഒപ്പം തന്നെ അവർ പേ ചെയ്യണം? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെറിയൊരു എൻട്രി ടാക്സ് പേ ചെയ്യണം. അതായത് ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് അതിർത്തി കടന്നു വരാനുള്ള അതിർത്തി കടന്നു വരാനുള്ള ഒരു ടാക്സ്, അതാണ് എൻട്രി ടാക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടാക്സ് ആണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരൊക്കെ എന്താണ്, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ ചാർജ് ചെയ്യുന്ന ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. നോർമലി ആ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റീസ് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സുകാർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്ത്, അവരുടെ ആ ഒരു ലോക്കൽ അതോറിറ്റീസൊക്കെ ആയിരിക്കും ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീഗാലാൻഡ് ഇരിക്കുന്ന ഏത് തരത്തിലുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണ് എങ്കിൽ വീഗാലാൻഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനം അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ എന്താണ് ചെറിയ രീതിയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലേക്കോ അടയ്ക്കുന്നു. അതുവഴി അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തുന്നു. ആ രീതിയിലുള്ള ടാക്സുകളെയാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ലോട്ടറീസ് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബെറ്റിംഗ്, ഗാംബ്ലിംഗ് മുതലായ വിനോദമായിട്ടുള്ള ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ അവരൊക്കെ പേ ചെയ്യുന്ന ടാക്സൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ പേ ചെയ്യുന്ന ടാക്സിന് പുറമെ ചെറിയ രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെസ്സും സർചാർജും അവരുടെ വരുമാന പരിധിയെ ആശ്രയിച്ചുകൊണ്ട് സർചാർജും സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വാറ്റ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതിനും ഈ ടാക്സ് സിസ്റ്റത്തിൽ എന്നൊരു പുതിയ ടാക്സ് സ്ട്രക്ചർ വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പഴയ ടാക്സ് സിസ്റ്റത്തിൻ്റെ രണ്ട് പോരായ്മകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോരായ്മകളാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്ന എഫക്റ്റും ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്ന എഫക്റ്റും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ടാക്സ് കാസ്കേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്. A cascade tax or cascading tax is a system that imposes sale taxes on product at each successive stage in the supply chain from raw material to consumer purchase. There is a compounding effect with the real sale tax higher than the official sale tax rate. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് ഗുഡ്സ് വരെയുള്ള വിൽപ്പന ശൃംഖലയിൽ ഓരോ ഘട്ടത്തിലും നികുതി ചുമത്തുന്ന പ്രക്രിയയാണ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് എത്തുന്നതിന് മുമ്പ് ആ ഫിനിഷ്ഡ് ഗുഡ്സ് അങ്ങനെയായി തീരാൻ വേണ്ടി പല രീതിയിലുള്ള സൈക്ലിങ്ങും നടന്നിട്ടുണ്ടാകും, പല രീതിയിലുള്ള വിൽപ്പന ശൃംഖലകളും നടന്നിട്ടുണ്ടാകും. ഉദാഹരണം, ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ വേണ്ടി റോ മെറ്റീരിയൽസ് ഒരു മാനുഫാക്ചറർ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകാം. അന്നേരം അയാൾ ഒരു കസ്റ്റമറിന് അയാൾക്ക് ആ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് റോ മെറ്റീരിയൽസിൻ്റെ വിലയോടൊപ്പം തന്നെ പേ ചെയ്തിരിക്കുന്ന ടാക്സ്, അത് ചിലപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക മാനുഫാക്ചർ പേ ചെയ്യുന്ന ടാക്സ് എക്സസ് ഡ്യൂട്ടി ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു നികുതി ഉണ്ടായേക്കുന്നു. അതുപോലെ തന്നെ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സ്
റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ മാനുഫാക്ചർ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നു. അത് ഏതെങ്കിലും രീതിയിലുള്ള രണ്ടാമത്തെ ഒരു വിൽപ്പനക്കാരനായിരിക്കാം ഈ മാനുഫാക്ചർ വിറ്റേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിയിരിക്കുന്ന സപ്ലയർ കൊടുക്കേണ്ടി വരുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മറ്റൊരു ടാക്സോ അല്ലെങ്കിൽ CST അല്ലെങ്കിൽ വാറ്റ് പോലത്തെ ഏതെങ്കിലും ഒരു ടാക്സ് ആയിരിക്കാം. അപ്പോൾ അവിടെ രണ്ടാമത് ഒരു ടാക്സ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്ന വ്യക്തി ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർക്ക് വിറ്റു. അങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സർവീസ് ടാക്സോ അല്ലെങ്കിൽ വാറ്റോ എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ഒരു വിൽപ്പന ശൃംഖലയിൽ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഒന്നിലധികം ടാക്സുകൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഈ ഒരു എഫക്റ്റിനെയാണ് ടാക്സ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് മുതൽ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്നോടം വരെയും ഏതൊക്കെ ടൈപ്പ് ഓഫ് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ടോ ആ ടാക്സുകളെല്ലാം ആ പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടുവാനും അതുപോലെ തന്നെ കസ്റ്റമറിന് ഇത് ഏതൊക്കെ ടാക്സ് വഴി കടന്നു വന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു പഴയ ടാക്സ് സിസ്റ്റത്തിൽ. നമുക്കൊരു ഉദാഹരണം വെച്ച് പറഞ്ഞു നോക്കാം. ഇവിടെ കാർ എന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്നതെന്ന് ചിന്തിക്കുക. അപ്പോൾ കാർ നിർമ്മിക്കാൻ ആവശ്യമായിട്ട് വരുന്ന അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്ന ഒരു അസംസ്കൃത വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി, അതുപോലെ തന്നെ കാറുമായി ബന്ധപ്പെട്ട കുറച്ച് അസംസ്കൃത വസ്തുക്കൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫാക്ടറി, അങ്ങനെയുള്ള ഒരു വ്യാപാര വിപണന ശൃംഖല. അപ്പോൾ നമുക്ക് കാറിന് വേണ്ടി അത്യാവശ്യമായി വേണ്ടി വരുന്ന എന്തൊക്കെ അസംസ്കൃത വസ്തുക്കളാണെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. കാറിന് എന്തൊക്കെ വേണം? കാറിന് ടയറുകളൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടാണ് ടയറും സീറ്റും മുതലായ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ, അതിൻ്റെ ബോഡി മുതലായ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചേക്കുന്നത് സ്റ്റീൽ മുതലായ കാര്യങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസുകൾ നിർമ്മിച്ചിരിക്കുന്ന ചില്ലുകൊണ്ടാണ്. ഇങ്ങനെ പല രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം കൂടി കൂടിച്ചേർന്നാണ് കാറെന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായേക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ആദ്യം നമുക്ക് എടുക്കാം സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു അയൺ ഫാക്ടറിയിലായിരിക്കും നിർമ്മിച്ചേക്കുന്നത്, അല്ലേ? അയൺ ഫാക്ടറി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഖനിയിൽ നിന്നും കുറച്ച് അയിരുകളൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്നു. അപ്പോൾ അവർ അത് ഈ അയൺ ഫാക്ടറിയിലായിരിക്കും എന്തുണ്ടാക്കുന്നത്? സ്റ്റീലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലേ? അയിരുകളെല്ലാം കൂട്ടിച്ചേർത്ത് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് അവിടെ ആയിരിക്കാം. അപ്പോൾ അയൺ ഫാക്ടറിയിൽ നിന്നും സ്റ്റീലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി കുറച്ച് അയിരുകൾ വാങ്ങുന്നു. അതിനുശേഷം അത് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റുന്നു. അപ്പോൾ സ്റ്റീൽ നിർമ്മിക്കുന്ന ഈ ഫാക്ടറി അയൺ ഫാക്ടറിയിൽ നിന്നും അയിരുകൾ വാങ്ങുമ്പോൾ, റോ മെറ്റീരിയൽസ് ആയ അയിരുകൾ വാങ്ങുമ്പോൾ ഈ അയറിൻ്റെ വിലയോടൊപ്പം തന്നെ സ്റ്റീൽ നിർമ്മിക്കുന്ന ഈ കമ്പനി പേ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ എക്സസ് ഡ്യൂട്ടി ആയിരിക്കാം പേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അയൺ ഫാക്ടറിയിൽ നിന്നും അയിരുകളൊക്കെ സംഘടിപ്പിച്ച് ഈ സ്റ്റീൽ നിർമ്മിക്കുന്ന ഫാക്ടറി എന്ത് ചെയ്തു? സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി. അത് ഒരു ട്രേഡർ മുഖേനയോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ മുഖേനയോ കാർ നിർമ്മിക്കുന്ന കമ്പനിക്ക് വിറ്റുണ്ടാകാം. ഓക്കെ, അപ്പോൾ ട്രേഡർ എന്ത് ചെയ്തു? ഈ സ്റ്റീലിൽ കാർ വിൽക്കുന്ന കമ്പനിക്ക് വിറ്റപ്പോൾ സ്റ്റീലിൻ്റെ വിലയോടൊപ്പം തന്നെ കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് ചിലപ്പോൾ എന്തായിരിക്കാം? അയാൾ സ്വന്തം സ്റ്റേറ്റിലുള്ള കസ്റ്റമറിനാണ് വിറ്റെടുക്കുന്നതെങ്കിൽ സ്റ്റീൽ കാർ നിർമ്മിക്കുന്ന കമ്പനിക്ക് വിറ്റേക്കുന്നെങ്കിൽ വാറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ ഒരു കമ്പനിക്ക് വിറ്റേക്കുന്നെങ്കിൽ CST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അത് ആ സ്റ്റീൽ എന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എവിടെ വന്നു? കാർ നിർമ്മിക്കുന്ന കമ്പനിയിൽ വന്നു. ആ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് കാറിൻ്റെ പുറം ചട്ടക്കൂട് ഉണ്ടാക്കി. അവർ കാറിന് വേണ്ട എൻജിൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവർ അത് എൻജിനൊക്കെ കാറെന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള എൻജിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻജിനൊക്കെ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അതോറിറ്റീനെയൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിയെ ആയിരിക്കാം ആശ്രയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിലുള്ള സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന ബിസിനസ്സുകാർ ഈ സർവീസ് എൻജിനൊക്കെ കാറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റാളേഷൻ ചാർജിൻ്റെ ഒപ്പം തന്നെ ഒരു സർവീസ് ടാക്സും കളക്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ സർവീസ് ടാക്സ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കാറെന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ട് മാത്രമല്ല, പിന്നെയോ
ഞാൻ പറഞ്ഞു അതിന് എന്തൊക്കെ ആവശ്യമുണ്ട്, ടയർ ആവശ്യമുണ്ട്, ടയർ നിർമ്മിച്ചിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ചായിരിക്കാം. അപ്പോൾ പ്ലാസ്റ്റിക്കും ഇങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സ് വഴിയല്ലേ കടന്നു വന്നിട്ടുണ്ടാകുക. അപ്പോൾ അവിടെ ഏതൊക്കെ രീതിയിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത ഫാക്ടറിയിൽ ചിലപ്പോൾ എക്സസ് ഡ്യൂട്ടി ആയിരിക്കാം പേ ചെയ്തേക്കുന്നത്. അത് ഏതെങ്കിലും ഒരു നിലക്കാരൻ മുഖേനയായിരിക്കാം ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക്, കാർ നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ഉള്ളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ വാറ്റും CST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റമൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ കാറെന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഈ കാറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കമ്പനി പല രീതിയിലുള്ള ടാക്സുകളും പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആകുന്നു. എന്നിട്ട് ഇത് കസ്റ്റമറിന് വിൽക്കുന്നു. കാറെന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് രൂപവൽക്കരിച്ചുകൊണ്ട് അത് ആർക്ക് വിൽക്കുന്നു, കസ്റ്റമറിന് വിൽക്കുന്നു. കസ്റ്റമറിന് വിൽക്കുമ്പോൾ കസ്റ്റമറിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ CST അല്ലെങ്കിൽ വാറ്റോ അതുപോലത്തെ ഏതെങ്കിലും ടാക്സ് ആയിരിക്കാം കാറിൻ്റെ വിലയോടൊപ്പം തന്നെ കളക്ട് ചെയ്യുന്നത്. പക്ഷേ കസ്റ്റമറിന് അറിയത്തില്ല ഈ കാറിൻ്റെ അസംസ്കൃത വസ്തുക്കൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ടാക്സുകളാണ് പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ടാക്സുകളാണ് കളക്ട് ചെയ്തേക്കുന്നത്. എക്സസ് ഡ്യൂട്ടി കളക്ട് ചെയ്തിട്ടുണ്ടോ, അതോ വാറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടോ, അതോ സർവീസ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നും ഒരിക്കലും എന്തറിയത്തില്ല. ഒരിക്കലും ഈ ഒരു കസ്റ്റമറിന് ഇൻഡിവിജ്വലി അറിയുവാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ടാക്സിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ടാക്സും അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, ഈ കാർ എന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമറുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ എന്താണ്, ഒട്ടനവധി ടാക്സുകൾ പേ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഒട്ടനവധി ടാക്സുകളിൽ കൂടിയാണ് കസ്റ്റമറുടെ കയ്യിൽ ഈ ഫിനിഷ്ഡ് ഗുഡ്സായ കാർ എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടാക്സിൻ്റെ മേലും മറ്റൊരു ടാക്സ്, അതിൻ്റെ മേലും മറ്റൊരു ടാക്സ്, അങ്ങനെ ഒരു ടാക്സ് ഏർപ്പെടുത്തുന്ന പ്രക്രിയയാണ് ടാക്സ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പഴയൊരു ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത്. ടാക്സ് പിരമിഡിംഗ് ഇൻ എ സിസ്റ്റം റെഫർ ടു ദ ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ഓൺ എ it is typically happen with the tax that are imposed on goods or services such as a sale tax. Tax pyramiding causes a taxes to violate several principles of good tax policy including transparency, efficiency, equity and neutrality. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പഴയൊരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പോരായ്മ തന്നെയെന്ന് പറഞ്ഞു തരാം. അതായത് ഒരിക്കൽ ചാർത്തിയിരിക്കുന്ന നികുതിക്ക് മേൽ വീണ്ടും നികുതി ചാർത്തിക്കൊണ്ട് കസ്റ്റമറിന് ഫിനിഷ്ഡ് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത്. നികുതിക്ക് മേൽ നികുതി ചുമത്തുന്ന ഒരു സമ്പ്രദായമാണ് ടാക്സ് പിരമിഡിംഗ് എന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ കാർ എന്ന് പറയുന്ന അതേ സെയിം ഫിനിഷ്ഡ് ഗുഡ്സ് അത് പല രീതിയിലുള്ള ടാക്സുകളിൽ കൂടി കടന്നു വന്നതെന്ന് നമ്മളിവിടെ പഠിച്ചു, ടാക്സ് കാസ്കേഡിംഗ് എഫക്റ്റിൽ പഠിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത് കസ്റ്റമറുടെ കയ്യിലേക്ക് ഈ കാറെന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എത്തുമ്പോഴേക്കും എന്താണ്, പല രീതിയിലുള്ള ടാക്സ് പേ ചെയ്തിട്ടുണ്ടാകും ഇല്ലേ. ഇപ്പോൾ ഉദാഹരണം ടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റീൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റീൽ ഫാക്ടറി നിർമ്മിച്ചതായിരിക്കാം. സ്റ്റീൽ ഫാക്ടറിയിൽ നിന്നും ആ സ്റ്റീൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അയിരുകൾ വാങ്ങിയിരിക്കുന്നത് ഏത് തരത്തിൽ അയൺ ഫാക്ടറിയിൽ നിന്നായിരിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഒന്ന് പഠിച്ചു നോക്കാം, എങ്ങനെയാണ് ടാക്സ് പിരമിഡ് എഫക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന്. ഇപ്പോൾ അയിര് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ 100 രൂപ വിലയുള്ള അയിരാണ് സ്റ്റീൽ കമ്പനിക്ക് വിറ്റേക്കണമെന്ന് കരുതുക. അതിന് 10% അവർ ടാക്സ് റേറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയൺ ഫാക്ടറി ചാർജ് ചെയ്തേക്കുന്ന ടാക്സാണ് അയിര് ആർക്ക് വിറ്റപ്പോൾ, സ്റ്റീൽ നിർമ്മിക്കുന്ന ഫാക്ടറിക്ക് വിറ്റപ്പോൾ. പ്രൊഡക്റ്റിൻ്റെ വില എത്രയായി, 100 രൂപ അയിരും അതിനൊപ്പം തന്നെ 10% ടാക്സും എന്താണ് അവർ ഈടാക്കിയിട്ടുണ്ട്. മൊത്തം പ്രൊഡക്റ്റിൻ്റെ വില എത്രയായി മാറി, 110 രൂപയായി മാറി. ഇനി സ്റ്റീൽ നിർമ്മിക്കുന്ന കമ്പനി ഈ അയിരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നിർമ്മിച്ചു, സ്റ്റീൽ നിർമ്മിച്ചു. അത് കാറിൻ്റെ ബോഡി നിർമ്മിക്കുന്ന കമ്പനിക്ക് വിറ്റു. സ്റ്റീലിൻ്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോൾ എത്ര രൂപയായി. അയിര് വിൽക്കുന്ന കമ്പനിയിൽ നിന്നും അയൺ ഫാക്ടറിയിൽ നിന്നും എന്താണ് നമ്മൾ അയിര് വിൽക്കുന്ന കമ്പനിയിൽ നിന്നും സ്റ്റീൽ വാങ്ങിയപ്പോൾ കടയിൽ നമ്മുടെ കമ്പനിയിൽ എത്തിയപ്പോൾ മൊത്തം 110 രൂപയായി. 100 രൂപ പ്രൊഡക്റ്റിൻ്റെ വിലയും 10 രൂപ എന്താണ് ടാക്സുമാണ്. ഇനി ഈ സ്റ്റീൽ വിൽക്കുന്ന കമ്പനിക്കാർ ഇത് കാറിൻ്റെ ബോഡി വിൽക്കുന്ന കമ്പനിയിലേക്ക് വിറ്റത് അവരുടെ 10% പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വില എത്രയും 100 രൂപയും അതിൻ്റെ 10 രൂപ ടാക്സ് സഹിതം 110 രൂപ, പിന്നെന്താണ് 10 രൂപ ഈ സ്റ്റീൽ വിൽക്കുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് മൊത്തം 120 രൂപയായി. അതിൻ്റെ മേലാണ് ഇവരെന്ത് ചാർജ് ചെയ്തേക്കുന്നത്, 10% ടാക്സ് ചാർജ് ചെയ്തേക്കുന്നത്. ഓൾറെഡി ഈ 120 രൂപയിൽ 10 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആര്, ഈ സ്റ്റീൽ കമ്പനിക്കാർ. ആർക്ക്,
നമ്മുടെ അയൺ ഫാക്ടറിക്ക്. നിലവിൽ അയൺ ഫാക്ടറി ചാർജ് ചെയ്തിരിക്കുന്ന 10 രൂപയുടെ മേലും ആണ് ഇവരുടെ പ്രോഫിറ്റ് അടക്കം 120 രൂപയുടെ മുകളിലാണ് ഈ 10% ടാക്സ് റേറ്റ് ചാർജ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വില എത്രയായി മാറി? 132 രൂപ ആയി മാറി. നിലവിൽ ഉണ്ടായിരുന്ന 100 രൂപ ഉണ്ടായിരുന്നുള്ള പ്രൊഡക്റ്റിന് 10 രൂപ ടാക്സ് ആണ്. ആ 10 രൂപയുടെ മുകളിൽ കൂടിയാണ് എന്ത് ചാർജ് ചെയ്തേക്കുന്നത്? ടാക്സ് ചാർജ് ചെയ്തേക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ സ്റ്റീൽ കമ്പനി കാറിൻ്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാറ്റ കാർ എന്ന് പറയുന്ന കമ്പനിക്ക് വിറ്റേക്കുന്നത്? ഈ സ്റ്റീൽ ഐറ്റംസ് വിറ്റേക്കുന്നത്. അപ്പോൾ നിലവിൽ അവരുടെ ഒരു ടാക്സിൻ്റെ മേൽ വീണ്ടും ചെയ്യുന്നു? ടാക്സ് ഈടാക്കുന്നു. അല്ല എങ്കിൽ എന്താണ്? അയൺ ഫാക്ടറി ചാർജ് ചെയ്തിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനിയിൽ എത്തിയപ്പോൾ അത് പ്രൊഡക്റ്റിൻ്റെ വിലയുടെ തന്നെ ഒരു ഭാഗമായി മാറിക്കൊണ്ട് ആ ടാക്സിൻ്റെ മുകളിൽ കൂടിയാണ് നികുതി ചാർജ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നികുതിക്ക് മേൽ നികുതി ചാർജ് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇനി ഇത് സ്റ്റീൽ വിൽക്കുന്ന കമ്പനി, ഈ സ്റ്റീൽ ബോഡി നിർമ്മിക്കുന്ന കമ്പനിക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 132 രൂപയായി. 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് 10 രൂപ ടാക്സ് ആയിരുന്നു 110 രൂപയായി. അതിന് ടാറ്റ സ്റ്റീൽ കമ്പനിയിൽ എത്തിയപ്പോൾ അതെന്താണ്? പ്രൊഡക്റ്റിൻ്റെ വില 110 രൂപ, 10% എന്താണ്? ടാക്സ്. അവരുടെ 10 രൂപ അതിൻ്റെ പ്രോഫിറ്റ്, അവരുടെ പ്രോഫിറ്റ് ആഡ് ചെയ്തു. അതുകൂടാതെ തന്നെ 10% എന്താണ്? ടാക്സും ആഡ് ചെയ്തു. അത് നിലവിലെ ടാക്സിൻ്റെ മേൽ ടാക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ഭാഗമാക്കി ഈ തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ടാക്സിൻ്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്തത്. അങ്ങനെ ടാറ്റക്കാർ എന്താണ്? 132 രൂപ കൊടുത്തുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഇനി കാർ വിൽക്കുന്ന കമ്പനിയാണെങ്കിലോ അവർ ആ കാറിൻ്റെ ബോഡി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നു. അതിനുശേഷം അത് കസ്റ്റമറിന് കൊടുക്കുന്നു. അവരുടെ പ്രോഫിറ്റ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നു. പിന്നീട് വരുന്ന ടാക്സും എന്താണ്? അവരുടെ ആ ടോട്ടൽ വിലയിൽ നിലവിൽ 2 ഫാക്ടറിക്കാരും ചാർജ് ചെയ്തിരിക്കുന്ന നികുതി എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ഭാഗമാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ വിലയിലായിരിക്കും ചാർജ് ചെയ്യപ്പെടുന്നത്? ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കൺസ്യൂമർക്ക് എന്താണ്? ഈ നികുതിക്ക് മേൽ നികുതിയും അടക്കം വലിയൊരു ഹ്യൂജ് എമൗണ്ട് പ്രോഡക്റ്റിൻ്റെ വിലയായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ടാക്സ് പിരമിഡിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നികുതിക്ക് മേൽ നികുതി ഓരോ ഘട്ടത്തിലും നമ്മുടെ വിൽപ്പന ശൃംഖലയിലെ ഓരോ ഘട്ടത്തിലും എന്താണ്? ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ഭാഗമായി മാറുകയും തുടർന്ന് ആ പ്രോഡക്റ്റിൻ്റെ വിലയിൽ തന്നെ എന്താണ്? നമ്മൾ ടാക്സ് ഈടാക്കുകയും അത് അവസാനം ഏത് കസ്റ്റമറുടെ കയ്യിലാണോ കിട്ടുന്നത് അയാൾ ഒരു ഹ്യൂജ് വില ആ പ്രോഡക്റ്റിന് കൊടുക്കേണ്ടതായും വരുന്നു. ഇങ്ങനെ 2 രീതിയിലുള്ള ഡ്രോബാക്കാണ് നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിന് ഉള്ളത്. ടാക്സ് പിരമിഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതിക്ക് മേൽ നികുതി ചാർജ് ചെയ്യുന്ന സമ്പ്രദായം. അതുപോലെ തന്നെ ടാക്സ് കാസ്കേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം നികുതികൾ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിൽപ്പന ശൃംഖലയിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ഇത് 2 പരിഹരിച്ചുകൊണ്ടാണ് നമ്മളുടെ പുതിയ GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം നിലവിൽ വന്നത്. നമുക്ക് GSTക്ക് ശേഷമുള്ള ടാക്സ് സിസ്റ്റത്തെ ഒന്ന് പരിചയപ്പെടാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ സ്ലോഗൻ എങ്ങനെയാണ്? വൺ നേഷൻ ഫോർ വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഒരു രാജ്യത്തിന് ഒരൊറ്റ നികുതി, ഒരൊറ്റ മാർക്കറ്റ് സമ്പ്രദായമൊക്കെയാണ്. പക്ഷേ GSTയിൽ നടപ്പിലാക്കിയിരിക്കുന്ന ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഡ്യുവൽ ടാക്സ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഓരോ ഗുഡ്സും ഏതൊക്കെ സ്ഥലത്താണോ ഡെലിവർ ആകുന്നത് ആ സ്ഥലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് GSTയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടാക്സ് സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു? ഓരോ ബിസിനസ്സുകാരുടെയും സ്വഭാവം അനുസരിച്ച് മാനുഫാക്ചർ ബിസിനസ് ചെയ്യുന്നവർ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടിയാണ്. ട്രേഡർ കൊടുക്കേണ്ടത് സ്വഭാവം അനുസരിച്ച് സ്വന്തം സ്റ്റേറ്റിലാണെങ്കിൽ വാറ്റ്, വേറെ ഏത് സ്റ്റേറ്റിലാണെങ്കിൽ CST. ഇനി സർവീസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർ കൊടുക്കേണ്ടി വരുന്ന സർവീസ് ടാക്സ്. ഇമ്പോർട്ട് എക്സ്പോർട്ട്സ് ബിസിനസ്സുകാർ കൊടുക്കേണ്ടി വരുന്നത് എന്താണ്? കസ്റ്റം ഡ്യൂട്ടി. ഇങ്ങനെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഈ രീതിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ടാക്സ് കൊടുക്കേണ്ടി വന്നത്. ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു പഴയ ടാക്സ് സിസ്റ്റത്തിൽ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്? ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ ടാക്സ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ബിസിനസ്സിൻ്റെ സ്വഭാവം മാത്രമല്ല, ഗുഡ്സ് ഏത് സ്ഥലത്തേക്കാണോ ഡെലിവർ ചെയ്യുന്നത് സപ്ലൈയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഗുഡ്സ് ഓർ സർവീസ് ഏത് സ്ഥലത്തേക്കാണോ ഡെലിവർ ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്? ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. GST ആ പ്രതിജ്ഞയിൽ മാത്രമാണ് ഒരൊറ്റ ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ല നടപ്പിലാക്കിയത്. പിന്നെയോ GSTക്ക് പുറമെ ഇന്ത്യയിൽ മൊത്തം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ ടാക്സാണ് IGST എന്ന് പറയുന്നത്. അഥവാ GST അല്ല, GST തന്നെയാണ്, അതിൻ്റെ മറ്റൊരു നാമമാണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ
ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും രണ്ട് ടാക്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ടാക്സ് സിസ്റ്റമാക്കി മാറ്റിയ സിസ്റ്റമാണ് IGST എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. എന്തൊക്കെയാണ് GSTയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു GSTയിൽ ഓരോരോ ടാക്സ് സിസ്റ്റവും നടപ്പിലാക്കിയത് എവിടെയാണോ ഗുഡ്സ് അല്ലെങ്കിൽ എവിടെയാണോ സർവീസ് ഡെലിവർ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്ന് പറയുന്ന ടാക്സ് സ്പ്ലിറ്റ് ചെയ്ത് നടപ്പിലാക്കിയത്. ആദ്യത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ സപ്ലൈ അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ഡെലിവർ ചെയ്യപ്പെടുന്നത് സ്വന്തം സ്റ്റേറ്റിലാണ് എങ്കിൽ, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് എങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കാം IGST എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് ഏകോപിപ്പിച്ച ടാക്സുകളെ ഏതൊക്കെ രീതിയിലായിരിക്കാം ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കാം കളക്ഷൻ ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കാം. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിലാണ് എങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അവരവർ കളക്ട് ചെയ്യുന്ന ടാക്സിന് അധികാരമുണ്ടായിരുന്നു. അവരവർ കളക്ട് ചെയ്യുന്ന ടാക്സ് സിസ്റ്റത്തിൽ നിയമഭേദഗതിയൊക്കെ വരുത്താൻ ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അധികാരമുണ്ടായിരുന്നു. എന്നാൽ GST വന്നതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ ഇതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരമില്ല. പിന്നെയോ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റും GST എന്ന് പറയുന്ന അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ ഏകീകൃതമായ അധികാരമാണുള്ളത്, തുല്യമായ പങ്കാണുള്ളത്. സപ്ലൈ ഏതുമായിക്കൊള്ളട്ടെ, അത് ഏത് സ്ഥലത്തേക്കുമായിക്കൊള്ളട്ടെ, അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും തുല്യമായ അധികാരമാണുള്ളത്. ഓക്കെ, അപ്പോൾ GSTയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് രണ്ട് അതോറിറ്റിയുടെ കീഴിലല്ല, GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു പരമോന്നതമായ ഒരു അധികാര സമിതിയുടെ കീഴിലാണ് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ പരമ അധികാരമുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അല്ല, പിന്നെയോ GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു സമിതിക്കാണ് ഏറ്റവും കൂടുതൽ പരമാധികാരമുള്ളത്. അപ്പോൾ ഈ അതോറിറ്റിയാണ് ടാക്സ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പങ്കെന്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പങ്കെന്ത് എന്ന് തുല്യമായി നിർവചിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ IGST എന്ന് പറയുന്ന ഈ ഒരു ടാക്സസ് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ ഗുഡ്സ് ഓർ സർവീസ് ഏത് സ്ഥലത്ത് സപ്ലൈ ചെയ്യപ്പെടുന്നു ആ സ്ഥലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുകയും ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തുല്യമായി വീതം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഫ്റ്റർ ദി GSTക്ക് ശേഷമുള്ള നമ്മുടെ ടാക്സ് സിസ്റ്റത്തെ പരിചയപ്പെടാം. അല്ലെങ്കിൽ GSTയുടെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെ ടൈപ്പിലാണ് GSTയെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നതെന്ന് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോക്കൽ സപ്ലൈ അഥവാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ലോക്കൽ സപ്ലൈ അഥവാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടി പറയാം. ഇത് ഇപ്പം ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു മാനുഫാക്ചർ ബിസിനസ്സുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രേഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർവീസ് ബിസിനസ്സുകാരനായിക്കോട്ടെ, ഞാൻ എൻ്റെ ഗുഡ്സ് അല്ലെങ്കിൽ എൻ്റെ സർവീസ് കേരളത്തിനുള്ളിൽ വാങ്ങുകയും കേരളത്തിൻ്റെ ഉള്ളിൽ വിൽക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഞാൻ കളക്ട് ചെയ്യുന്ന IGST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ രണ്ട് രീതിയിലുള്ള ഗവൺമെൻറ്റിന് അധികാരമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ്, ഞാൻ വാങ്ങുന്ന ഐറ്റം ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സപ്ലയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കസ്റ്റമർക്കോ ആണ് ഞാൻ ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ ഞാൻ കൊടുക്കേണ്ടി വരുന്ന ടാക്സാണ് CGST എന്ന് പറയുന്നതും SGST എന്ന് പറയുന്നതും. അഥവാ ഞാൻ കളക്ട് ചെയ്യുന്ന IGST എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സിനെ രണ്ട് രീതിയിലുള്ള അതോറിറ്റീസിലേക്കായിരിക്കാം അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള അതോറിറ്റീസിനായിരിക്കാം അതിൽ അധികാരമുള്ളത്. ഇപ്പോൾ IGST എന്ന് പറയുന്ന ആ ഒരൊറ്റ ടാക്സിനെ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒന്ന് CGST എന്നും ഒന്ന് SGST എന്നും. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും CGST എന്ന്. ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ കേരളത്തിലെ ഒരു കസ്റ്റമർക്ക് 100 രൂപ വിലയുള്ള ഒരു ഗുഡ്സ് വിറ്റെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ ടാക്സായിട്ട് കളക്ട് ചെയ്തു. 10 രൂപയായിട്ട് GST അഥവാ IGST ടാക്സ് കളക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ അകത്ത് 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിനും 5 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരപ്പെട്ടതായിരിക്കും. ഇതിനെയാണ് CGST എന്നും SGST എന്നും പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. CGSTയുടെ ഫുൾ ഫോം ഇങ്ങനെയാണ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അഥവാ SGSTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്. അപ്പോൾ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇങ്ങനെ രണ്ട് രീതിയിലായിരിക്കും ഞാൻ സ്വന്തം സ്റ്റേറ്റ് അഥവാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ GSTയിൽ ടാക്സ്
കളക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഞാൻ കേരളത്തിലെ ഒരു ട്രേഡറാണ് എങ്കിൽ ഞാൻ കേരളത്തിനുള്ളിൽ സെയിൽസോ പർച്ചേസോ നടത്തുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് GST ടാക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന രണ്ട് പേരിലായിരിക്കും ഞാൻ എന്ത് കളക്ട് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 100 രൂപയുടെ ഗുഡ്സാണ് കസ്റ്റമറിന് വിറ്റത്, അവൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തെങ്കിൽ അതിൽ 5 രൂപയുടെ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റും 5 രൂപയുടെ അധികാരം ആർക്കുമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉണ്ടാകും. ഇനി അത് ഇപ്പോൾ ടോട്ടൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് 12%. അതിന് മൊത്തത്തിൽ നമ്മുടെ GST അഥവാ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് മൊത്തം 12% ആ ഒരു സപ്ലൈ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ 12%-ൽ 6% സെൻട്രൽ ഗവൺമെൻറ്റിനും ബാക്കി റിമൈനിങ് 6% ആർക്ക് അവകാശപ്പെട്ടതാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവകാശപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിലില്ല, പറഞ്ഞു തരാം എന്താണെന്ന്. പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ സപ്ലയർക്ക്, കേരളത്തിലെ തന്നെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്യുകയെന്ന് കരുതുക. ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ എന്താണ്, 10 രൂപ ടാക്സ് ഞാൻ അവന് കൊടുത്തു. ഞാൻ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് IGST എന്ന് പറയുന്നതാണ്. പക്ഷേ കേരളത്തിലെ തന്നെയുള്ള സപ്ലൈ ആയതുകൊണ്ട് ഞാൻ കേരളത്തിലെ വ്യക്തി തന്നെ, ബിസിനസ്സുകാരൻ തന്നെയാണ്. എനിക്ക് സാധനം സപ്ലൈ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനും കേരളത്തിൽ തന്നെ പാർട്ടി ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ടാക്സിന് അധികാരമുള്ളത് രണ്ട് രീതിയിലുള്ള അതോറിറ്റീസിനാണ്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും. പക്ഷേ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നതും ഇത് രണ്ടു പേർക്കുമായി വീതം വെച്ച് കൊടുക്കുന്നമാരാണ്, GST കൗൺസിൽ തന്നെയാണ്. അവർ സെൻട്രൽ ഗവൺമെൻറ് കൈകളിൽ ചെന്നിട്ട് മാത്രമേ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് വീതം വെച്ച് പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനായ ഞാൻ കേരളത്തിൽ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു പർച്ചേസ് മുഖേന ഒരു സാധനം വാങ്ങുകയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അവന് കൊടുക്കുന്ന ടാക്സ് ഏതൊക്കെയായിരിക്കും, CGSTയും SGSTയും ആയിരിക്കും. ഞാൻ ഈ ടാക്സിനെ പർച്ചേസ് വഴി ഞാൻ ഈ സപ്ലയറുടെ കയ്യിൽ കൊടുക്കുന്ന ടാക്സിനെ ഇൻപുട്ട് CGST എന്നും ഇൻപുട്ട് SGST എന്നും പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിസിനസ്സുകാരനായ ഞാൻ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ ഞാൻ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ മുഖേന കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ടാക്സ് പേ ചെയ്യേണ്ടത് ആരാണ്, എൻ്റെ കസ്റ്റമർ തന്നെയാണ് പേ ചെയ്യേണ്ടത്. എൻ്റെ കസ്റ്റമർ പേ ചെയ്യുന്നതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യപ്പെടുന്നു, ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഏതൊരു ടാക്സും എന്തായിരിക്കും, ഇൻപുട്ട് ടാക്സ് എന്ന് പറയാൻ കാരണം പർച്ചേസ് മുഖേന ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഏതൊരു ടാക്സും എന്തായിരിക്കും, ഇൻപുട്ട് ടാക്സ് ആയിരിക്കും. ഞാൻ സ്വന്തം സ്റ്റേറ്റിലെ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതുവഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് എന്ത് രീതിയിൽ അറിയപ്പെടുന്നു, ഇൻപുട്ട് CGST എന്നും ഇൻപുട്ട് SGST എന്നും അറിയപ്പെടുന്നു. അല്ല എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സപ്ലയർ വാങ്ങുന്ന ടാക്സ് ഏതൊക്കെയായിരിക്കും, ഇൻപുട്ട് CGST ഇൻപുട്ട് SGST ആയിരിക്കും. ഇനി മറ്റൊരു കാര്യമാണ് സെയിൽ എന്ന് പറയുന്നത്. ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് CGST ഇൻപുട്ട് SGST അടക്കം ടാക്സ് അടക്കം പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് കേരളത്തിലെ തന്നെ ഒരു കസ്റ്റമർക്ക് ഞാൻ വിൽക്കുകയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യണം. വേണ്ടേ? അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല, പിന്നെയോ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ആർക്ക് പേ ചെയ്യാനുള്ളതാണ്, ഗവൺമെൻറ്റിന് പേ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സെയിൽ മുഖേന സ്വന്തം സ്റ്റേറ്റിലെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഏതൊരു ടാക്സും ഔട്ട്പുട്ട് CGST എന്നും ഔട്ട്പുട്ട് SGST എന്ന് പറയുന്ന പേരിലും അറിയപ്പെടുന്നു. മൊത്തം ലോക്കൽ സപ്ലൈ ഒന്ന് ഏകീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്റ്റേറ്റിലെ സെയിൽസ് ഓർ പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ GSTയിൽ കൊടുക്കേണ്ടി വരികയും അല്ല എങ്കിൽ ഒരു ബിസിനസ്സുകാരൻ വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് രണ്ട് രീതിയിലുള്ള ടാക്സാണ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അധികാരമുള്ള ടാക്സിൻ്റെ പോർഷനെയാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗുഡ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്ന വഴി 12% ടാക്സ് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 6% സെൻട്രൽ ഗവൺമെൻറ്റിനും ബാക്കി റിമൈനിങ് 6% ആർക്ക് അധികാരമുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അധികാരമുണ്ട്. പർച്ചേസ് വഴി ഞാൻ സപ്ലയർക്ക് കൊടുക്കുന്ന ടാക്സ് ആണ്. സ്വന്തം സ്റ്റേറ്റിലെ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഗുഡ്സ് വാങ്ങിയിട്ട് അവൻ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നതെങ്കിൽ അതുവഴി ഞാൻ അടച്ചു വെക്കുന്ന ടാക്സിന് ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നു. ഇൻപുട്ട് CGST ഇൻപുട്ട് SGST ആയിരിക്കും ഞാൻ കൊടുക്കേണ്ടി വരിക. ഇനി സെയിൽ വഴി ഞാൻ കേരളത്തിലെ തന്നെ ബിസിനസ്സുകാരനാണ്, ഞാൻ കേരളത്തിലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു ഗുഡ്സ് വിറ്റിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി വയ്ക്കുന്ന ടാക്സ് ആയിരിക്കും ഔട്ട്പുട്ട് CGST എന്നും ഔട്ട്പുട്ട് SGST എന്നും പറയുന്നത്. ഇനി മറ്റൊരു ടാക്സ് സ്ട്രക്ചറാണ്
മറ്റൊരു സപ്ലൈ ബേസ് ചെയ്തുകൊണ്ടുള്ള ടാക്സ് സ്ട്രക്ചറാണ് ഇൻട്രസ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് ടാക്സ് സപ്ലൈ അഥവാ ഇൻട്രസ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ഗുഡ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ല എങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് സപ്ലൈസ് എന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് തമിഴ്നാട്ടിലൊരു കസ്റ്റമറിന് വിൽക്കുന്നു. അല്ല എങ്കിൽ എന്താണ്, ഞാൻ യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസിൽ ഏതെങ്കിലും സ്ഥലത്ത് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണമായിട്ടും IGST എന്ന് പറയുന്ന ടാക്സ് ആയിരിക്കും. അഥവാ CGST SGST രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന GST അഥവാ IGST എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സ് ആയിരിക്കും ഞാൻ കളക്ട് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ആരെ, ഇത് ഞാൻ എങ്ങോട്ട് വാങ്ങിയിട്ട് കൊടുക്കണം, ഇത് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കണം. അല്ല അതിനുശേഷം ഞാൻ ഇത് ഏത് സ്റ്റേറ്റിലാണോ സപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ കേരളത്തിലെ ബിസിനസ്സുകാരനാണ്, ഞാൻ തമിഴ്നാട്ടിലെ ഒരു സപ്ലയർക്ക് എന്താണ് ഒരു 100 രൂപ വിലയുള്ള ഗുഡ്സ് വിറ്റു, അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 10 രൂപ ടാക്സ് കളക്ട് ചെയ്തു. അത് ഏത് രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്, IGST ടാക്സ് എന്നായിരിക്കും അറിയപ്പെടുന്നത്, അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഈ 10 രൂപ ടാക്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 10 രൂപയിൽ ഞാൻ കേരളത്തിലെ ബിസിനസ്സുകാരനാണ്, പക്ഷേ കൊടുത്തത് ഏതാണ്, തമിഴ്നാട്ടിലെ ഒരു കസ്റ്റമറിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 10 രൂപയിൽ 10 രൂപയിൽ പകുതി പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനും ബാക്കി പകുതി പോർഷൻ ഏത് സ്റ്റേറ്റ് ആണോ എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത് ആ സ്റ്റേറ്റിനും അധികാരപ്പെട്ടതാണ്. അതായത് ഞാൻ കേരളത്തിലെ ഒരു മാനുഫാക്ചറാണ്, ഞാൻ വിറ്റിരിക്കുന്ന പ്രോഡക്റ്റ് എവിടെയുള്ള പാർട്ടിക്കാണ്, തമിഴ്നാട്ടിലെ ഒരു കസ്റ്റമർക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സിൽ 10 രൂപയാണ് ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിനും 5 രൂപ തമിഴ്നാട് ഗവൺമെൻറ്റിനും അധികാരപ്പെട്ടതാണ്. കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നത് ആരോ ആ സ്റ്റേറ്റുകാർക്കാണ് ഈ ടാക്സ് അധികാരപ്പെട്ടത്. അപ്പോൾ പക്ഷേ ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്ന IGST എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ടാക്സാണ്. അപ്പോൾ നമ്മുടെ ഈ 10 രൂപയിൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ് എടുക്കും. ബാക്കിയുള്ള 5 രൂപ എന്ന് പറയുന്നത് ഇത് പ്രൊഡക്റ്റ് ഏത് സ്റ്റേറ്റിലാണോ കൺസപ്ഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിയൻ അതോറിറ്റിയിലാണോ കൺസപ്ഷൻ ചെയ്തിരിക്കുന്നത് ആ സർക്കാരിന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഡയറക്റ്റായിട്ട് വീതം വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയോ അല്ല എങ്കിൽ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിലോ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സാണ് IGST എന്ന് പറയുന്നത്. ഇത് സെയിം രീതിയിൽ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് സ്റ്റോക്ക് ഐറ്റംസ് വാങ്ങുന്നത് ഞാൻ കർണാടക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ടി വരുന്ന ടാക്സും ഏത് തന്നെയായിരിക്കും, IGST തന്നെയായിരിക്കും. പക്ഷേ ഈ ടാക്സിൻ്റെ അധികാരമെന്ന് പറയുന്ന ആർക്കാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഞാൻ എന്താണ് കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് സാധനം വാങ്ങുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, 100 രൂപ വിലയുള്ള അല്ലെങ്കിൽ 100 രൂപ വിലയുള്ള സാധനമാണ് ഞാൻ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് വാങ്ങണമെന്ന് ഇരിക്കട്ടെ. ഞാൻ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് IGST ആണ്. ഈ IGST ഞാൻ കൊടുക്കുന്ന IGST ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് സങ്കല്പിക്കുക. ഈ 10 രൂപയിൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിനും ബാക്കി 5 രൂപ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനും അധികാരപ്പെട്ടതായിരിക്കും. കാരണം ഈ കർണാടകയിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, കേരളത്തിലെ ഞാനാണ്. ഓക്കെ, അതുപോലെ തന്നെ 5 രൂപ ആർക്ക് അവകാശപ്പെട്ടതായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റും അവകാശപ്പെട്ടതായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുകയും അത് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് കർണാടക സർക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സ്വന്തം സ്റ്റേറ്റിൽ എൻ്റെ സ്റ്റേറ്റിന് പുറത്ത് ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസിലേക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ കൊടുക്കുകയും അല്ലെങ്കിൽ ഞാൻ കളക്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് IGST എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഥവാ ഞാൻ എൻ്റെ സ്റ്റേറ്റിന് വെളിയുള്ള എൻ്റെ ഹോം സ്റ്റേറ്റിന് വെളിയുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്ന് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്താണ് യൂണിയൻ ടെറിട്ടറീസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് അടച്ചു വയ്ക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് IGST എന്ന് പറയുന്നത്. ഇനി ഞാൻ കേരളത്തിലെ ബിസിനസ്സുകാരനായ ഞാൻ കേരളത്തിലെ തന്നെ കേരളത്തിന് വെളിയുള്ള ഏതെങ്കിലും കസ്റ്റമർക്കോ അല്ല എങ്കിൽ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട ഒരു കസ്റ്റമർക്കോ ഗുഡ്സോ സർവീസോ വിൽക്കുമ്പോൾ ഞാൻ
അവൻ ഗുഡ്സോ സർവീസിൻ്റെ വിലയോടൊപ്പം തന്നെ ആ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആയിരിക്കും ഔട്ട്പുട്ട് IGST എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻപുട്ട് എന്നും എന്താണ് ഔട്ട്പുട്ട് എന്നും ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ GSTയുടെ രണ്ടാമത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ GSTയുടെ ഏറ്റവും വലിയ ടാക്സ് സിസ്റ്റമാണ് IGST എന്ന് പറയുന്നത്. അത് ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടാകുന്നത്? ഇൻട്രസ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളാണ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി സപ്ലൈയിലോ ആണ് പ്രധാനമായിട്ടും എന്തുണ്ടാകുന്നത്? IGST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ബിസിനസ്സുകാരനായ ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസിലേക്ക് സെയിൽ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സാണ് IGST എന്ന് പറയുന്നത്. ഞാൻ കളക്ട് ചെയ്യുകയും ഞാൻ കൊടുക്കുകയും ചെയ്യേണ്ട ടാക്സാണത്. ഇനി അടുത്തതാണ് യൂണിയൻ ടെറിട്ടറി സപ്ലൈ. അതായത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ സംസ്ഥാനങ്ങളിൽ യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസ് സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം കേന്ദ്ര ഭരണഘടനാ പ്രദേശങ്ങൾ എന്നൊക്കെ പറയും, മാഹി മുതലായ സ്ഥലങ്ങൾ. ഓക്കെ, അവരുടെ ആ ഒരു ഭരണഘടനാ പ്രദേശത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ സെയിലോ പർച്ചേസോ നടന്നു കഴിഞ്ഞാൽ അവിടെ കളക്ട് ചെയ്യപ്പെടുന്നതും കളക്ട് ചെയ്യപ്പെടുന്നതും അത് സപ്ലൈ ചെയ്യപ്പെടുന്നതുമായ ടാക്സാണ് UTGST എന്ന് പറയുന്ന ടാക്സും CGST എന്ന് പറയുന്ന ടാക്സും. നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ മാഹിയിലെ തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു ഗുഡ്സോ ഒരു സർവീസോ വിറ്റു, 100 രൂപ വിലയുള്ള സർവീസോ ഗുഡ്സോ വിറ്റു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് IGST എന്ന് പറയുന്ന ആ ഒരൊറ്റ ടാക്സിൽ 2 രീതിയിലുള്ള അതോറിറ്റീസിനായിരിക്കും അധികാരമുണ്ടാവുക. ഒന്ന് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന പേരിൽ കളക്ട് ചെയ്യുന്ന ടാക്സിന് അധികാരം യൂണിയൻ ടെറിട്ടറീസിനായിരിക്കും. പിന്നെ ബാക്കി റിമൈനിങ് ബാലൻസ് സെൻട്രൽ CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സിന് അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എന്താണ്, ഞാൻ അവിടെയുള്ള ഏതെങ്കിലും കസ്റ്റമേഴ്സിനാണ് സാധനം വിൽക്കുന്നത്. എന്നിട്ട് ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് 2 രീതിയിലായിരിക്കും. IGST എന്ന് പറയുന്ന ഒറ്റ ടാക്സ് തന്നെയാണ്. അതെന്താണ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം 12% ടാക്സാണ് ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 12% എന്ന് പറയുന്ന IGST എന്ന് പറയുന്ന ഒറ്റ ടാക്സാണ് ഞാൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ പോകുന്നു? UTGST എന്ന് പറയുന്ന 6%, CGST എന്ന് പറയുന്ന 6% സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഇതിൽ പരമാധികാരം ആർക്കായിരിക്കും? ഇതിൽ പകുതി അധികാരം യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസിനും ബാക്കി പകുതി അധികാരം ആർക്കാണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ആർക്കാണ് അധികാരപ്പെട്ടത്? അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും ആയിരിക്കും അധികാരപ്പെട്ടത്. ഇനി അവിടെ, അതായത് യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ അയാൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഇൻപുട്ട് UTGSTയും ഇൻപുട്ട് CGSTയും ആയിരിക്കും. അഥവാ ഇൻപുട്ട് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ഇൻപുട്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരിക്കും അഡ്വാൻസ് ആയിട്ട് അയാൾ പേ ചെയ്യേണ്ടി വെക്കുക. ഇപ്പോൾ ഉദാഹരണം, ഞാൻ മാഹിയിലെ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ അവിടുത്തെ തന്നെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള ഒരു 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ 10 രൂപ ടാക്സ് അടച്ചു. ഓക്കെ, ആ 10 രൂപയിൽ 5 രൂപ എന്ന് പറയുന്നത് UTGSTയും ബാക്കി 5 രൂപ എന്ന് പറയുന്നത് CGSTയും ആയിരിക്കും. ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ വാങ്ങിയ സെയിം പ്രൊഡക്റ്റ് ഞാൻ അവിടെ തന്നെയുള്ള ഒരു കസ്റ്റമറിന് വിറ്റെങ്കിൽ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് ഏതൊക്കെയായിരിക്കും? ഔട്ട്പുട്ട് UTGSTയും ഔട്ട്പുട്ട് CGSTയും ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു യൂണിയൻ ടെറിട്ടറി സപ്ലൈയിലെ ഏകദേശ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഗുഡ്സ് ഇറക്കുമതി ചെയ്യുകയാണ് എങ്കിൽ, ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ ജപ്പാനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് 10% ടാക്സ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, 10% IGST എന്ന് പറയുന്ന പേരിൽ ഞാൻ എന്തടയ്ക്കണം? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് GST ടാക്സ് അടയ്ക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി അടക്കം ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് കസ്റ്റം ഡ്യൂട്ടി ചെറിയ നിരക്കിൽ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. IGSTയും ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും ചേർന്നായിരിക്കും ഞാൻ എന്തടയ്ക്കുന്നത്? ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. എന്നാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനോ, അതായത് ഇനി മറ്റൊരു സപ്ലൈ ആണ് എക്സ്പോർട്ട് സപ്ലൈ ഓർ സ്പെസിഫിക് എക്കണോമിക് സോൺ സപ്ലൈ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 രീതിയിലുള്ള സപ്ലൈ ഉണ്ട് ഇവിടെ. അതായത് എക്സ്പോർട്ടിൻ്റെ കാര്യം ഏറ്റവും നമുക്ക് എടുക്കാം. അതായത് ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ വിദേശ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഗുഡ്സ് ഏതെങ്കിലും സപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഗുഡ്സിൻ്റെ വില മാത്രം
ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി? അവിടുത്തെ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. കാരണം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് എന്തുണ്ടാവുകയില്ല, ഒരിക്കലും ടാക്സ് ഞാൻ കളക്ട് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്തായിരിക്കും? 0 റേറ്റഡ് ടാക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഞാൻ എന്താണ് സ്പെസിഫിക് എക്കണോമിക് സോൺ, അത് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകം പരിഗണനയുള്ള ചില സ്ഥലങ്ങളിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ആ സ്ഥലത്തേക്ക് ഞാൻ അവിടുത്തെ ഏതെങ്കിലും കസ്റ്റമറിന് ഗുഡ്സ് വിൽക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഞാൻ ആ ഗുഡ്സിന് എന്ത് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എന്തായിരിക്കും ആ സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വിൽക്കപ്പെടുന്ന ഗുഡ്സിനും എന്തുമില്ല, ടാക്സ് നമ്മൾ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ 5 രീതിയിലുള്ള ഒരു ടാക്സ് സ്ട്രക്ചറാണ് നമുക്ക് GST എന്ന് പറയുന്ന ടാക്സേഷൻ നടപ്പിലാക്കിയപ്പോൾ നിലവിൽ വന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ലോക്കൽ സപ്ലൈ ആണ് ഉള്ളതെങ്കിൽ എന്താണ്, ലോക്കൽ സപ്ലൈ അഥവാ സ്വന്തം സ്റ്റേറ്റിൽ സെയിലർ പർച്ചേസ് ആണ്, സ്വന്തം സ്റ്റേറ്റിൽ ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൻട്രൽ ഗുഡ്സ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ്